ജിയോ ടോക്സിൻ്റെ പ്രേക്ഷകരെ നമ്മൾ കഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ സ്ഥലമാണ്. അപ്പോൾ നല്ല ഭംഗി തോന്നിയത് കാരണം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ തൃശ്ശൂരുള്ള ആയുർബദാനിയ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ നമ്മുടെ ഒരു കസിൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ പറയുക. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒരു മുള കൊണ്ട് നിർമ്മിച്ച ഒരു എന്തോ ഒരു സംഭവം, അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ധന്വന്തരി എന്നൊക്കെ വേണ്ടി ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് എഴുതിയിട്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ താഴെ പറയുക. എന്തെങ്കിലും മീറ്റിംഗ് കൂടാനാണോ, ഈ രോഗികളെ പിടിച്ചിരുത്തി പറയാനാണോ? ഇവിടെ കുറേ സായിപ്പും മദാമയൊക്കെ ഉണ്ട്. പിന്നെ അവരെ കൂടെ നിർത്തിയിട്ട് എന്തെങ്കിലും ഇവിടുത്തെ ആയുർവേദ വിദ്യകളെക്കുറിച്ച് അഭ്യാസങ്ങൾ പറഞ്ഞോളല്ല, അഭ്യാസമല്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്പോട്ട്, ഇതേപോലത്തെ ഒരു സ്പോട്ട് നമ്മുടെ കൂട്ടുകാരന്മാർക്ക് കൂട്ടിയിരുന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് എനിക്കപ്പോൾ തോന്നി. നമ്മുടെ പാടത്തൊക്കെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നീങ്ങി അപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ പഴയ മുളങ്കൂടുകൾ. അപ്പോൾ ഈ മുളങ്കൂടിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്, അത് നമുക്ക് കുറച്ച് നേരം കേട്ടിട്ട് ബാക്കി ഞാൻ പറയാം. പണ്ട് നമ്മുടെ നാട്ടിൽ ഇതേപോലെ കുറേ മുളങ്കൂടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ല. അപ്പോൾ അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവിടെ അടിപൊളിയാണ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് നടത്തുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റൽ. പിന്നെ ഇവിടെ തന്നെയാണ് മരുന്നും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അതുപോലെ അവിടേക്കുള്ള ഫുഡ്, നമ്മളവിടെ ഒരു രോഗിയായിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടേക്ക് ഫുഡ് ഇവരവിടെ നിന്ന് തന്നെ കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറി സാധനങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അവിടെ കൃഷിയുണ്ട് കുറേ ഒരു ഏരിയ. കുറേ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല, കുറേ സ്ഥലത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയായിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വർണ്ണശബളമായ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റലായി അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. അസുഖങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളല്ലാതെ വല്ല സുഖ ചികിത്സയോ അല്ലെങ്കിൽ ഒഴിച്ചലോ അങ്ങനെയൊക്കെ ആയിട്ട് വരില്ല നമ്മൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വരട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിച്ച് നോക്കട്ടെ.